5 വക്കത്തിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. ദുആ അല്ലാണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും തരാനില്ല. ഞങ്ങളെ സഹായിക്കണവരെ പടച്ചോൻ സഹായിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷാബിഹ. ഇതിൻ്റെ ഒപ്പേന് ഇപ്പാൻ്റെ 2 കിഡ്നിയും പോയിക്കാണ്. 4 വർഷമായിട്ട് ഇപ്പം ഡയാലിസിസ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഭക്ഷണത്തിനും വാടകയ്ക്കും ഇപ്പാൻ്റെ മരുന്നിനും ഒന്നും ഇപ്പോൾ പൈസ ഇല്ല. അപ്പോൾ ഇത് കാണുന്ന മാമന്മാരൊക്കെ ഞങ്ങളെ സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ് എൻ്റെ കുട്ടികളെ കൊടുക്കണ മുന്നിൽ വരുന്നത്. എന്നെ സഹായിക്കണം. നിങ്ങളുടെ സഹായം അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്ര അനുഭവിച്ചു. കുട്ടികൾക്ക് ചാലല്ലാതെ വേറെ ആരുമില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ വരില്ലായിരുന്നു. എൻ്റെ കുട്ടികളെ സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് സാലിഹ. ഞങ്ങളുടെ അപ്പ എൻ്റെ 2 കിഡ്നിയും പോയി കിടക്കാണ്. 4 വർഷമായി ഡയാലിസിസ് ചെയ്യണു. ഞങ്ങൾക്ക് ഭക്ഷണത്തിനും വാടകയ്ക്കൊന്നും പൈസ ഇല്ല. ഇപ്പം ഡയാലിസിസ് ചെയ്യാനും പൈസ ഇല്ല. ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ സഹായിച്ചാലാണ് ഞങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ 5 വക്കത്ത് നിസ്കാരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മക്കളുടെ കരച്ചിൽ കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കണം. വേറെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കണത്. എല്ലാവരും പടച്ചോനോട് നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ നെല്ലിക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഷബീർ അലി എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 2 പെൺമക്കൾ അടങ്ങുന്ന ഈ ഒരു കുടുംബം, ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയാണ് ഷബീർ അലി എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, 2 വൃക്കകളും തകരാറിലായി 5 വർഷക്കാലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ നാടും നാട്ടുകാരുമൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു യാചനയുമായി എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.